ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മീരേനെയും ശ്രുതിനെയാണ് കേട്ടോ. അപ്പൊ മീരയും ശ്രുതിയും കൂടി നേരെ നമ്മുടെ ആന്റണീനെ കാണാൻ വേണ്ടി ചെല്ലാണ്. അപ്പൊ ആന്റണീനെ കാണാൻ വേണ്ടി ചെല്ലുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ ശ്രുതിയുടെ പകുതി രഹസ്യങ്ങളും ഒക്കെ ഇങ്ങനെ ചുരുളഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആന്റണിയുടെ കയ്യിൽ നിന്നും കുറെ പൈസ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തം ഫ്ലാഷ് ആയല്ലോ. അത് നമ്മുടെ ശരത്താണ് പറഞ്ഞത്. അപ്പൊ ശരത്തിനെ ഒന്ന് ഒതുക്കണം, ഇനി രഹസ്യങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല. അതായത് ആന്റണിയും ശ്രുതിയും തമ്മിലുള്ള രഹസ്യങ്ങൾ പുറത്തു പോകരുത്, അത് ശരത്ത് പുറത്ത് പറയരുത്. അപ്പൊ ശരത്തിനെ ഒന്ന് ഒതുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മുടെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പൊ ഇപ്പം അവിടെ അക്കൗണ്ടർ ആയിട്ട് ഇരിക്കുന്നത് വേറെ ആരെക്കാണ്ടാണ്. അപ്പൊ ഇനിയിപ്പോ അവിടെ ഒരു അക്കൗണ്ടറിനെ ആവശ്യമുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ആന്റണി ശ്രുതിയോടും മീരയോടും പറയണം. അങ്ങനെ മീരയോട് പറയുന്നുണ്ട്, അതെ, നീ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ എപ്പോഴും ഈ ശ്രുതിയുടെ പുറകെ നടക്കുന്ന കാണാമല്ലോ. അപ്പൊ നീ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ എന്റെ കമ്പനിയിൽ അക്കൗണ്ടറായിട്ട് കയറിക്കൊന്നു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മീരയ്ക്ക് ദേഷ്യം വന്നു. വേറെ എവിടെ എന്താ പറയാ, കഞ്ചാവ് വിൽപ്പനയ്ക്ക് പോയാലും കുഴപ്പമില്ല, നമ്മുടെ ആന്റണിയുടെ കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണത്തില്ലെന്ന് നമ്മുടെ മീരയ്ക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും ഇനിയിപ്പം ശരത്തിനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകാര്യം ചെയ്തോണം, അവൻ ഇനി നമ്മുടെ കാര്യങ്ങളൊന്നും പുറത്തു വിടാൻ പാടില്ല എന്നൊക്കെ വന്ന് പറഞ്ഞു കേട്ടോ. എന്നൊക്കെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ പേടിക്കൊന്നും വേണ്ട, ശരത്ത് ഇനിയിപ്പം വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല, ശരത്തിനെ കൊണ്ടുള്ള ശല്യം നിനക്കുണ്ടാവില്ല, അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ആന്റണി പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ മീരയും ശ്രുതിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ രേവതിനെ കാണുകയാണ്. അപ്പൊ രേവതി പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് രേവതി സ്കൂട്ടിയിൽ ഇങ്ങനെ വരിക. അപ്പൊ നമ്മുടെ മീര ശ്രുതിയോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാന്ന് പറയും. അപ്പൊ നീ എന്തിനാടി നീ രേവതിനെ കാണാൻ പോകുന്നത്, ഇപ്പൊ വരാന്ന് പറഞ്ഞ് നേരെ രേവതിനെ കാണാൻ ചെല്ലുകയാണ്. അപ്പൊ രേവതി പണ്ടൊരു ട്രിക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ, അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ സ്വഭാവം തിരിച്ചറിയണമെങ്കിൽ, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്, അവരുടെ ഫോൺ ഒരു ദിവസം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മതി എന്ന്. അപ്പൊ ഇത് നമ്മുടെ മീര ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ മീര നേരെ ഇന്ന് രേവതിയോട് പറഞ്ഞു, അത് ഇനി രേവതി ചേച്ചി പണ്ടൊരു ട്രിക്ക് എന്നോട് പറഞ്ഞു തന്നില്ലായിരുന്നോ, സ്നേഹിക്കുന്ന ആളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരു ദിവസം അവരുടെ ഫോൺ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവമൊക്കെ അറിയാൻ പറ്റുന്നു. എങ്കിൽ പിന്നെ ആ ഫോൺ എനിക്ക് എങ്ങനെയെങ്കിലും കയ്യിൽ മേടിക്കണം, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പൊ അയാളുടെ ഫോൺ എങ്ങനെയെങ്കിലും കയ്യിൽ മേടിക്കണം, അപ്പം അതിനു വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞു തരാമോ എന്ന് രേവതിയോട് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അതിപ്പം ഞാൻ എങ്ങനെയാ മീരെ പറയുന്നത്, പിന്നെ ഒരു ട്രിക്ക് ഉണ്ട്, അത് വേറൊന്നുമല്ല, അല്ല നിന്നോട് ആ സ്നേഹിക്കുന്ന ആള് നിന്നെ ഒത്തിരി ഇഷ്ടമാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമല്ലോ, അപ്പൊ നീ തിരിച്ചു പറയണം, എനിക്ക് ആ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ ഒരു ദിവസം നിന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നുവിട്, എന്നാൽ മാത്രമേ എനിക്ക് ആ ഇഷ്ടം തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ മീരയ്ക്കാണെങ്കിൽ ശരിയാണല്ലോ, അങ്ങനെ ഒരു ട്രിക്ക് ശരിയാണല്ലോ, ഇപ്പം ഏതായാലും എപ്പോഴെങ്കിലും ഇഷ്ടമാണ് എന്നിങ്ങോട്ട് പറയുമ്പം അത് എങ്ങനെ ഞാൻ മനസ്സിലാക്കും, എനിക്ക് ഫോൺ ഒരു ദിവസം തരാൻ പറഞ്ഞ അയാൾക്ക് തന്നേ പറ്റത്തുള്ളല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മീര ആ ഒരു ട്രിക്കൊക്കെ കേട്ടിട്ട് തിരിച്ച് ശ്രുതിയുടെ അടുത്തേക്ക് പോയി. അപ്പൊ ശ്രുതി ചോദിച്ചു, എന്താടി നീ രേവതിയോട് സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അതൊരു ചെറിയ സീക്രട്ടാന്ന് പറഞ്ഞു. സീക്രട്ടോ, എന്ത് സീക്രട്ട്, ഓഹോ ഇപ്പൊ നീ രേവതിയും തമ്മിലായോ സീക്രട്ട്, ഇപ്പൊ നമ്മൾ ആരും അല്ലേന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഇതൊരു ചെറിയ റൊമാൻസ് സീക്രട്ടാണ്, അതിപ്പോ നീ തൽക്കാലം അറിയണ്ട, ശ്രുതി നീ ഒരു കാര്യം ചെയ്യ, വണ്ടി കയറ്, ബാ ഞാൻ നിനക്കൊരു ഐസ്ക്രീം മേടിച്ചു തരാം, ഇതിന്റെ വിഷമത്തിന് ഒരു ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിനെ വണ്ടി കയറ്റിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും മീരയ്ക്ക് നമ്മുടെ രേവതിയോട് ഭയങ്കര ഒരു ഇഷ്ടം തന്നെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിന്റെ കൂട്ടുകാരൻ മഹേഷും കൂടെ ഉണ്ടല്ലോ, ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അവര് ഒരു 10-11 മണിയൊക്കെ ആയി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ വന്നിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ദേവുവിന്റെ പയ്യനുണ്ടല്ലോ, ദേവുവിന് ഒരു പയ്യനെ ഇഷ്ടമാണല്ലോ, അതൊരു ട്രാഫിക് പോലീസോ അതോ ഹൈവേ പോലീസോ അങ്ങനെ എന്തോ ഒരു പോലീസുകാരനാണ് നമ്മുടെ ദേവുവിനോട് ഇഷ്ടം. അതായത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലാണ്. പക്ഷേ ഈ ട്രാഫിക് പോലീസ് ഹൈവേ പോലീസാന്ന് തോന്നുന്നു, അതാണല്ലോ ചെക്കിങ് നടത്തി ഇപ്പം നമ്മുടെ സച്ചിനെ പിടിച്ചതും. അതെ അതെ അതെ, ഇപ്പം ട്രാഫിക് പോലീസ് അല്ല, ഹൈവേ പോലീസാണ്. അപ്പൊ ഹൈവേ പോലീസാണ്. അപ്പം പുള്ളിക്കാരനും ആ ഒരു റെസ്റ്റോറന്റ് വരികയാണ്. അപ്പൊ ഈ
നമ്മുടെ സച്ചിക്ക് ഹൈവേ പോലീസിനോട് ചെറിയ വിരോധമൊക്കെ ഉണ്ട്. എന്തോ ഒരു പെറ്റി കേസൊക്കെ നമ്മുടെ സച്ചിക്ക് അടിച്ചു കൊടുത്തത് ഇയാളാണ്. അപ്പൊ അതുകൊണ്ട് ഇയാളോട് ചെറിയൊരു വിരോധം, നല്ല വലിയൊരു വിരോധം തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ മഹേഷും സച്ചിയും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ അവിടെ കയറി വന്നു. പക്ഷെ മഹേഷിന് ഈ കാര്യമൊന്നും അറിയില്ല. അപ്പൊ സച്ചി നോക്കിയപ്പോഴത്തേക്കും ദേ ഇരുന്നു ആഹാരം കഴിക്കാൻ വേണ്ടി തുടങ്ങാണ് ഈ ഒരു ഹൈവേ പോലീസുകാരൻ. അപ്പൊ നമ്മുടെ എന്താ പറയാ, ദേവു സ്നേഹിക്കുന്ന ആളാണ്, അത് ആർക്കും അറിയത്തില്ല കേട്ടോ. അതിപ്പം പബ്ലിഷ് ആയിട്ടൊന്നും ഇല്ല. ദേവു രഹസ്യമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊന്നും അറിയത്തില്ലല്ലോ നമ്മുടെ സച്ചിക്ക് ഒരു വിരോധം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് എന്തോ ഒരു ചെറിയൊരു പെറ്റി കേസോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. അത് അയാള് എന്തോ കാര്യമില്ലാത്ത കേസ് തന്നെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സച്ചിക്ക് വല്ലാത്തൊരു വിരോധമുണ്ട്. അപ്പൊ ഇയാള് വന്നിരുന്നപ്പോഴത്തേക്കും മഹേഷിനോട് ഓരോ കാര്യങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങി കേട്ടോ. ഈ ഹൈവേ പോലീസുകാരുടെയും അങ്ങനെ അവന്മാര് ചുമ്മാ പണം പിരിക്കുകയാണെന്നും, അവന്മാർക്ക് പൈസ തികഞ്ഞില്ലെങ്കിൽ പോകുന്നവരുടെയും വരുന്നവരുടെയും വണ്ടികൾ തടഞ്ഞു നിർത്തി അവന്മാര് പണം പിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാണ്. പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാ കുത്തുന്നത്. അടുത്ത് നിപ്പുണ്ട്. പക്ഷെ പുള്ളിക്കാരന് മനസ്സിലാവും പുള്ളിക്കാരനിട്ടാ കുത്തുന്നതെന്ന് പുള്ളിക്കാരന് മനസ്സിലാവും. അങ്ങനെ ആ ഹൈവേ പോലീസിനെ തലങ്ങനും വിലങ്ങനും അടിക്കുന്ന രീതിയിലുള്ള കുറെ മൂർച്ചയുള്ള വാക്കുകളാണ് അവിടെ പറയുന്നത്. പുള്ളിക്കാരൻ കുറെ നേരം കേട്ട പാതി കേൾക്കാത്ത പാതിയൊക്കെ അവിടെ ഇരുന്നു. എങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സച്ചിയുടെ മഹേഷിനോട് ഇരുന്ന് ഗുണുഗുണു 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 എന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മഹേഷ് ചോദിക്കുന്നത്, എന്താ സച്ചി നീ പറയുന്നത്, നീ എന്താ എന്നോട് തന്നെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, നിന്നോട് തന്നെയാണോ ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവന്മാരെ പോലെ വൃത്തികെട്ടവന്മാരെ ഈ ലോകത്ത് വേറെ ആരും ഇല്ലടാ, അവന്മാര് വലിയ വൃത്തികെട്ടവന്മാരാ, അവന്മാരെല്ലാവരെയും തടഞ്ഞു നിർത്തി പിരിവ് നടത്തി പൈസ മേടിച്ച് അവന്മാര് കുടുംബം പോറ്റും, അവന്മാർക്ക് കിട്ടുന്നതും പോലെ കൈയിട്ടും വരും, അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈക്കൂലി മേടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി വാദവരാതെ സംസാരിക്കാൻ കേട്ടോ. ഇയാൾക്ക് കുറെ നേരം ഇങ്ങോട്ട് കേട്ടോണ്ടിരുന്നേ. ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ അവിടെ നിന്ന് എണീറ്റിട്ട് സച്ചിയുടെ കോളറിൽ അങ്ങോട്ട് പിടിച്ചു. സച്ചി വെറുതെ വിടുവോ? സച്ചി എണീറ്റു. സച്ചി എടുത്തിട്ട് കൈ എടുക്കാൻ പറഞ്ഞു. താൻ എന്തിനാടോ എന്റെ ദേഹത്ത് കൈവച്ചെന്ന് ചോദിച്ചു. ഇത് പബ്ലിക് പ്ലേസ് ആണ്, ഇവിടെ ഞാനിരുന്ന് സംസാരിക്കുന്നത്, താൻ എന്തിനാ എന്റെ ദേഹത്ത് കൈവച്ചെന്ന് ചോദിച്ചപ്പോ, താൻ എന്നെ കുറിച്ചല്ലേ സംസാരിച്ചതെന്ന് അയാൾ ചോദിച്ചപ്പോ, തന്നെ കുറിച്ചോ? ആരെ കുറിച്ചോ? നിങ്ങളെ കുറിച്ചോ? ഞാനിവിടെ എന്റെ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ കുറിച്ചാണ്, തന്നോടാണ് പറഞ്ഞത്. ഞാൻ തന്നെ കുറിച്ചൊന്നും അല്ല സംസാരിച്ചത്, ഞാൻ എന്റെ കൂട്ടുകാരനോട് സംസാരിക്കും, അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്. ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ വഴി കൂടെ പോകുന്നവരെയും വരുന്നവരെയൊക്കെ പോലീസുകാരനാന്ന് പറഞ്ഞ് തല്ലാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വായിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കും കേട്ടോ. വായിലിരിക്കുന്നത് മാത്രമല്ല, ഇത് പബ്ലിക് പ്ലേസ് ആണ്, അവിടെ ആൾക്കാർ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്, പിന്നെ തൊപ്പിയൊക്കെ ഊരി വെച്ച് വീട്ടിൽ ഇരിക്കേണ്ട വരുന്നു പറഞ്ഞു. ലാസ്റ്റ് അയാള് നമ്മുടെ സച്ചിയുടെ മുമ്പിൽ നാണം കെട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദേവു കെട്ടാൻ പോകുന്ന ചെറുക്കനാണ് എന്ന്, ദേവു സ്നേഹിക്കുന്ന ചെറുക്കനാണോ എന്നോ നമ്മുടെ സച്ചിക്ക് അറിയത്തില്ല. ഏതായാലും ആ ഒരു സീൻ അവിടെ കൊണ്ട് തീരുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി പൂവൊക്കെ വിറ്റിട്ട് നേരെ രേവതിയുടെ അമ്മയുടെ അടുത്തേക്ക്, അത് രേവതിയുടെ അമ്മയുടെ കടയുണ്ടല്ലോ അമ്പലത്തിന്റെ അവിടെ, അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ദേവു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൂ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ശരത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ശരത്തിന്റെ പ്രൊഫസറിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. പ്രൊഫസറിനെ കണ്ടിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ, രേവതി ചേച്ചിനെ കാണാൻ ഞാൻ ഇരിക്കുകയായിരുന്നു, രേവതി ചേച്ചിക്ക് വലിയൊരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഓർഡർ? എന്ത് ഓർഡർ? അത് നിനക്ക് അമ്മയ്ക്ക് കൊടുക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോ, ഇത് ആ ഓർഡർ അല്ല, കല്യാണ മണ്ഡപത്തിന്റെ ഓർഡറാണ്, ഒരു വലിയ ഓർഡർ, അത് രേവതി ചേച്ചിക്ക് ഉള്ളതാണ്. ഏതായാലും ഞാന് ഇപ്പൊ പറയാന്ന് പറഞ്ഞ് ഫോൺ എടുത്തപ്പോഴത്തേക്ക്, നീ പ്രൊഫസറിനെ കാണാൻ പോയതല്ലേ, നീ പിന്നെ ഈ കല്യാണാലോചനയും അല്ല കല്യാണ മണ്ഡപത്തിന്റെ ഓർഡർ പിടിച്ചോണ്ട് വന്ന് എന്തിനാന്ന് ചോദിച്ചപ്പം, എന്റെ പ്രൊഫസർ തന്നെയാണ് ഈ ഓർഡർ തന്നത്, രേവതി ചേച്ചി ഇപ്പൊ ഞാൻ ഫോൺ വിളിച്ചതരാന്ന് പറഞ്ഞ് പ്രൊഫസറിനെ വിളിച്ച് രേവതിയുടെ കൈ കൊടുത്തിട്ട് രേവതി സംസാരിക്കുന്നു. അങ്ങനെ ആ ഡീൽ ഉറപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു 4 ലക്ഷം രൂപയുടെ ഒരു ഓർഡറാണ് നമ്മുടെ രേവതിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അഡ്വാൻസ് അങ്ങാണ്ട് കുറച്ചൊരു 20,000 രൂപ കിട്ടും. പക്ഷെ അതൊന്നും പോരാ. ഈ 4 ലക്ഷം രൂപയുടെ കല്യാണ കല്യാണ മണ്ഡപം ഓർഡർ ആണല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ആണല്ലോ നമ്മുടെ കയ്യിൽ പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ ഇറക്കാൻ പൈസ വേണമല്ലോ. സച്ചി രേവതി ഭാഗപ്പാടെ കഷ്ടത്തിലായി പോവാ. അപ്പൊ രേവതി ചെന്ന് ഈ സന്തോഷ വാർത്ത സച്ചിയോട് പറയുന്നുണ്ട്. അപ്പൊ സച്ചി ആണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? പൈസ വേണമല്ലോ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ രേവതി പറയാ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രുതിയോട് ചോദിക്കാം. അയ്യോ വേണ്ട, അത് ശരിയല്ല, അല്ല ശ്രുതിയോടല്ല, സോറി, വർഷയോട് ചോദിക്കാം. അപ്പം സച്ചി പറഞ്ഞു, വേണോ, അത് ശരിയാവൂന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, അതിനിപ്പോ എന്താ, എന്നോട് എന്ത് കാര്യം വേണമെങ്കിലും വർഷ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചോളാനായിട്ടെന്ന് പറയുമ്പോ, അത് ബുദ്ധിമുട്ടാവില്ല അവർക്കെന്ന് ഇങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുമ്പോഴത്തേക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞ് നേരെ ശ്രുതിയുടെ ശ്രീകാന്തിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ നാളെ ഇവിടം വരെ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിപ്പോ ഒരു 3-4 സീൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ 2 സീൻ കൊണ്ട് നാളെ തീരുമെന്നും അറിയില്ല. നമുക്ക് ഈ റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്ന പോലെ കഥ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് അറിയത്തില്ല. ചിലപ്പോ നാളെ ഈ ഞാൻ പറഞ്ഞ സ്ഥലം വരെ കാണിക്കായിരിക്കും, അല്ലെങ്കിൽ
ചിലപ്പോൾ 2-3 സീനൊക്കെ കാണിച്ച് നിർത്തുമായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളായിട്ട്. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനിയുടെയും മാതച്ചിന്റെയും കഥയാണ് ഈ ചാനലിൽ ചെയ്യുന്നത്. അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ചെയ്യുന്നുണ്ട്. റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അലീനയുടെ അപ്കമിങ് വിശേഷവും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ റിയൽ സ്റ്റോറി ന്യൂവിന്റെ ആ ഒരു പോസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.